പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന് നമുക്ക് വന്നിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ, സി ജിയിലെ ക്വസ്റ്റ്യൻ. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹131.25 ട്രേഡർ ഗെയിൻസ് ആസ് മച്ച് പെർസെൻറ്റേജ് ആസ് ദ നമ്പർ റെപ്രസെൻറ്റിംഗ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ. അതായത് കോസ്റ്റ് പ്രൈസും ആ ഒരു ഗെയിൻ പെർസെൻറ്റേജും സെയിം നമ്പറാണെന്നാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു എയിൻ 40% പ്രോഫിറ്റ് അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ ആർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ്റെ സഹായം തേടാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 40% എന്തോ ഒരു സാധനത്തെ 40% പ്രോഫിറ്റിൽ വിറ്റ വാല്യൂ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 40% വിറ്റെന്ന് പറഞ്ഞാൽ എന്താ, 5ൻ്റെ സാധനം 40% എന്ന് പറഞ്ഞാൽ 2/5 ആണ്. 5ൻ്റെ സാധനം 2 കൂട്ടി 7ന് വിൽക്കുന്നു. പെർസെൻറ്റേജ് പഠിച്ചാണ്. അപ്പോൾ 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് സെല്ലിംഗ് പ്രൈസ് എടുത്താൽ. ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുവാണ് 7ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ, 7ൻ്റെ വാല്യൂ 105 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ 7 × 15 ആണ് 105. അതൊക്കെ അറിയാം നമുക്ക്. 5ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 75. അപ്പോൾ 75 രൂപ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 40% പ്രോഫിറ്റിന് വിൽക്കുന്ന വാല്യൂ ആണ് 105. ഇതൊക്കെ ചെയ്തെങ്കിലേ പറ്റൂ, വേറെ വഴിയില്ല. അത് പെർസെൻറ്റേജ് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 75ൻ്റെ സാധനം നമ്മൾ 40% പ്രോഫിറ്റ് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും? 105ന് വിൽക്കാൻ പറ്റും. ഇനി ഇവിടെ 131.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര കൂടുന്നതിൻ്റെ കൂടെ നമ്മൾ 26.25. അപ്പോൾ 26.25 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് അവിടുത്തെ പ്രോഫിറ്റ്? 26.25 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 75% നോക്കണം. ഇതിൻ്റെ 75%ആണോ? 105 നമ്മുടെ ഇത് സെല്ലിംഗ് പ്രൈസാണ് 75ൻ്റെ. ഓക്കെ, 75ൻ്റെ സാധനം 131.25 വിറ്റാൽ എത്രയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്? ഇവിടുന്ന് ഒരു 25ഉം ഇവിടുന്ന് ഒരു 31.25, അതായത് 56.25. അപ്പോൾ 56.25 75ൻ്റെ 75% ആണെന്ന് നോക്കണം. 75ൻ്റെ 75% എത്ര? 75 × 75/100. 75ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 7 56 25. SCGD ആ സ്ക്വയറിൻ്റെ ക്ലാസ് കണ്ടാൽ ഇതിൻ്റെ സ്ക്വയർ പെട്ടെന്ന് എടുക്കുന്ന മനസ്സിലാവും. 56.25 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? കോസ്റ്റ് പ്രൈസ് 75 അതുപോലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 75ൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 75% അത്രയാണ് പ്രോഫിറ്റ്. അതോടെ വരുമ്പോഴാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അതായത് 56.25 എന്താണ്? നമ്മുടെ പ്രോഫിറ്റുമാണ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദ ഗെയിൻ പെർസെൻറ്റേജ് ഈസ് സെയിം ആസ് ദ നമ്പർ റെപ്രസെൻറ്റിംഗ് ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 75 ആണെങ്കിൽ പ്രോഫിറ്റ് ഉത്തരം തന്നെയാണ് 75. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സെല്ലിംഗ് പ്രൈസാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. 40% പ്രോഫിറ്റ് ആണെങ്കിൽ 5ൻ്റെ സാധനം 7 ആണ്. 7ൻ്റെ മൾട്ടിപ്പിൾ നമ്മൾ എടുത്തു. ഇനി 140 എടുക്കുകയാണെങ്കിലോ 7 140 ആണെങ്കിൽ 5 100 ആണ്. കോസ്റ്റ് പ്രൈസ് 100ഉം സെല്ലിംഗ് പ്രൈസ് 131.25 ആണെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? 100ൻ്റെ സാധനം 31.25 വെക്കുന്നത് പ്രോഫിറ്റിന്. ഇവിടെ എത്രയാണ്? കോസ്റ്റ് പ്രൈസിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കളയാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക, എല്ലാ വീഡിയോസും കണ്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ.